ഇനി നമുക്ക് variance of proportional allocation and variance of optimal allocation. Optimal allocation തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, നീമാൻ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന വാരിയൻസ് കൂടി പറയാം. ആദ്യം പ്രൊപ്പോർഷണൽ അലോക്കേഷൻ. പ്രൊപ്പോർഷണൽ അലോക്കേഷന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് NI എന്ന് പറയുന്നത് N/N ക്യാപിറ്റൽ NI ആണ്. സാമ്പിൾ സൈസും പോപ്പുലേഷൻ സൈസും തമ്മിലുള്ള റേഷ്യോ ഇൻറ്റു ഓരോ സ്ട്രാറ്റജിയും ടോട്ടൽ സ്ട്രാറ്റജി വരുന്ന ഓരോ സ്ട്രാറ്റജിയും ടോട്ടൽ സൈസ് NI. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ N/N ഇൻറ്റു NI. അതിനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ N ഇൻറ്റു NI/N എഴുതിയിട്ടുണ്ടായിരുന്നത്. WI എന്ന് പറയുന്നത് NI/N എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ N ഇൻറ്റു WI എന്ന് എഴുതാം. നേരത്തെ നമ്മൾ കണ്ടു. ഇവിടെ വാരിയൻസ് ഓഫ് Y/ST എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡിന്റെ വാരിയൻസ്, സാമ്പിൾ മീനിന്റെ വാരിയൻസ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തതാണ്. എങ്ങനെയാണ്? സമ്മേഷൻ NI മൈനസ് NI/NI WI² SI². ഇത് അണ്ടർ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ ആണെങ്കിൽ എന്താ വ്യത്യാസം ഉണ്ടാവുന്നത്? വ്യത്യാസം ഉണ്ടാവുന്നത് ഈ NIയുടെ ടേംസിലാണ്. അവിടെ NI എന്ന് പറയുന്നത് എന്താ? NI എന്ന് പറയുന്നത് N/N ഇൻറ്റു NI ആണ്. അപ്പൊ നമ്മളിവിടെ NIക്ക് പകരം N/N NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. NI മൈനസ് സ്മോൾ ni. ഇവിടെ NI ഇൻറ്റു സ്മോൾ ni. NIക്ക് പകരം N/N ക്യാപിറ്റൽ NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയെല്ലാം അതേപോലെ എഴുതി. WI എന്ന് പറയുന്നത് NI/N ആണ്. അപ്പൊ WIക്ക് പകരം NI/N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ക്വയർ ടേം ആണ് NI/N ഹോൾ സ്ക്വയർ SI². ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ N മൈനസ് N/NN summation NI SI²/N. So this is the variance of proportional allocation, variance of sample mean under proportional allocation in the stratified sample. ഇവിടെ നമുക്ക് വേണമെങ്കിൽ NI വീണ്ടും WI ആയിട്ട് റീറൈറ്റ് ചെയ്യാം. സോ വാരിയൻസ് ഓഫ് Y/ST സാമ്പിൾ മീൻ അണ്ടർ സ്ട്രാറ്റിഫൈഡ് മെത്തഡോളജി ഇൻ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ N minus N/NN summation varies 1 to KWI SI². അതേപോലെ ഒപ്റ്റിമം അലോക്കേഷൻ. ഒപ്റ്റിമം അലോക്കേഷനിൽ NI എന്ന് പറയുന്നത് N ക്യാപിറ്റൽ NI SI ഡിവൈഡ് ബൈ സമ്മേഷൻ varies 1 to KNI SI. ആ NI ടേംസിലെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെറിവേഷനെയൊക്കെ എഫക്ട് ചെയ്യുന്നത്. വാരിയൻസ് ഓഫ് Y/ST അണ്ടർ ഒപ്റ്റിമൽ അലോക്കേഷൻ നമുക്കറിയാം. സമ്മേഷൻ 1/NI മൈനസ് 1 ക്യാപിറ്റൽ NI WI² SI². ഇത് തന്നെയാണ് NI മൈനസ് NI/NI. രണ്ട് ഫോർമാറ്റിൽ എഴുതിയത് മാത്രം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും വലിയൊരു ടേമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിനുള്ള സൗകര്യത്തിന് NI ഒന്ന് മാറ്റി എഴുതിയത് മാത്രം. അപ്പം NIക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ 1/NI ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതണം. സമ്മേഷൻ NI SI അല്ലേ, സമ്മേഷൻ. അതേപോലെ NI ഇവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക. വാരിയൻസ് ഓഫ് ഒപ്റ്റിമൽ അലോക്കേഷൻ 1/NI മൈനസ് 1/NI WI² SI². ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷന് പകരം ഇവിടെ നമ്മുടെ WI SI² മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. സൗകര്യത്തിന് വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് മാത്രം. ഇവിടെ എന്നിന് പകരം NIക്ക് പകരം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. ഇതിന്റെ റെസിപ്രോക്കലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷന് മുന്നേ നമ്മൾ ടേം സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യാം? WI SI² മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ WI SI² ഇൻറ്റു 1 WI SI²/NI WI SI² ഇൻറ്റു 1/NI WI SI² ഇവിടെ കൺവേർട്ട് ഇവിടെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഇപ്പൊ എന്ത് വരും? WI SI²/NI മൈനസ് WI SI²/NI. ഇനി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന്റെ റെസിപ്രോക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെയാ വരിക? WI SI² ഡിവൈഡഡ് ബൈ NI ആണ്. ഡിവൈഡ് ബൈ NI എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ NI തിരിച്ചെഴുതാം. സമ്മേഷൻ ആദ്യം വരും. സമ്മേഷൻ NI SI/NI SI മൈനസ് WI² SI²/NI. ഇവിടെ NI സ്മോൾ NI ഇല്ല, അതുകൊണ്ട് ചേഞ്ച് ചെയ്യും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം 1/N I ഇല്ലാത്തൊരു ടേം 1/N കോമൺ ആയിട്ട് എടുത്തു. സമ്മേഷൻ 1/N ഇൻറ്റു ഇനി ചെയ്യാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിക്കാം. WI നെ നമ്മൾ മാറ്റി എഴുതി NI/N.
അപ്പൊ WI എന്നുള്ളത് NI/N ആകുമ്പം ഇവിടെ ഒരു WI/SI ഇവിടെ ഉണ്ട്. അതിനെ എങ്ങനെ എഴുതാം? NI/N ഹോൾ സ്ക്വയർ SI². അല്ലേ? അപ്പൊ അതില് NI/SI ഇവിടെ ഒരു NI/SI ഉണ്ട്. NI/SI ഇവിടെ എന്ത് വരും? NI²SI². അപ്പൊ ഒരു NI/SI നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ബാക്കി വരുന്നത് NI/SI/N² ആണ്. അപ്പൊ ആ N² ഇവിടെ എഴുതി NI/SI എഴുതി. സോ ദ റിമൈനിങ് ടൈം എന്താ ചെയ്തിട്ടുള്ളത്? WI-നെ NI/N ആക്കി. അപ്പം NI/N ഹോൾ സ്ക്വയർ ആകും. NI²SI²/N² എഴുതാം. NI²SI²ലെ NI/SIയും താഴെ വരുന്ന ഒരു NI/SIയും തമ്മിൽ സിംപ്ലിഫൈ ചെയ്തു. Therefore, NI/SI/N² remains into summation NI/SI. അപ്പൊ ആദ്യത്തെ ടേംസ് കഴിഞ്ഞു. രണ്ടാമത്തെ ടേമിന് മാറ്റമൊന്നുമില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/n കോൺസ്റ്റന്റ് ആണ്. സമ്മേഷന് പുറമെ വന്നു. 1/n ഇൻറ്റു സമ്മേഷൻ NI/SI/N സമ്മേഷൻ NI/SI/N ഇവിടെ എന്തുണ്ട്? ഇൻറ്റു സമ്മേഷൻ NI/SI ഉണ്ട്. സമ്മേഷൻ NI/SI ഇൻറ്റു സമ്മേഷൻ NI/SI സമ്മേഷൻ NI/SI ഹോൾ സ്ക്വയർ. താഴെ N² ഉണ്ട്. സോ സമ്മേഷൻ NI/SI/N ഹോൾ സ്ക്വയർ. A² എന്നുള്ളതിന്റെ A മാത്രം എടുത്തു, അതിനെ കോമൺ ആയിട്ട് എടുത്തു, അതിന്റെ സ്ക്വയർ ആയിട്ട് എഴുതി. സമ്മേഷൻ NI/SI ഇൻറ്റു സമ്മേഷൻ NI/SI/N². അതിന്റെ മൊത്തം സമ്മേഷൻ NI/SI/N ഹോൾ സ്ക്വയർ എന്ന് എഴുതി. മൈനസ് സമ്മേഷൻ WI² സമ്മേഷൻ SI²/NI. ഓക്കെ, ബാക്കി വരുന്ന ടേം ഇവിടെ റീറൈറ്റ് ചെയ്യും. സോ ഇതിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് NI ആണ് താഴെയുള്ളത്. WI എന്ന് പറയുന്നത് NI/N ആണ്. NI/N ആണ് WI. അപ്പൊ നമുക്ക് WI-നെ NI/N എടുക്കുകയാണെങ്കിൽ WI² എന്നുള്ളത് NI²/N² എന്ന് എഴുതാം. അതിൽ ഒരു NI ക്യാൻസൽ ആക്കാം. അപ്പൊ ആഫ്റ്റർ സിംപ്ലിഫൈ ദിസ് മച്ച് ഓഫ് ടേംസ്, ഇത്രയും ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ റിസൾട്ട് ആയിട്ട് എഴുതുമ്പോൾ അല്ലേ എന്ത് വരും? 1/n സമ്മേഷൻ WI/SI². 1/n സമ്മേഷൻ WI/SI². WI ആയത് എങ്ങനെയാ? NI/N വീണ്ടും ഫൈനൽ ടൈമിലേക്ക് WI ആക്കി എഴുതി. മൈനസ് പിന്നെന്താ വരുന്നത്? 1/n NI ഒക്കെ സിംപ്ലിഫൈ ചെയ്തു. ബാക്കി വരുന്ന 1/n സമ്മേഷൻ WI/SI². So this is the variance of y bar st optimal. 1/n summation WI/SI whole square minus 1/n summation WI/SI². അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട രീതികൾ മനസ്സിലാക്കുക. വാരിയൻസ് ഓഫ് y bar st ഒപ്റ്റിമൽ കണ്ടു, വാരിയൻസ് ഓഫ് y bar st പ്രൊപ്പോർഷണൽ കണ്ടു. നമുക്കറിയാം വാരിയൻസ് ഓഫ് y bar st എന്ന് പറയുന്ന സമ്മേഷൻ I varies 1 to k ni minus ni small ni into WI² SI² ആണ്. അതില് പ്രൊപ്പോർഷണൽ ആകുമ്പോഴുള്ള NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതേപോലെ ഒപ്റ്റിമൽ ആകുമ്പോഴുള്ള NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വാരിയൻസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കാം.